എന്തോന്ന് ആദിക്കണ്ണ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് സിനിമയാണോ അല്ല അജിത്തിൻ്റെ വല്ല ഫോട്ടോഷൂട്ടോ? കുറേ റെഫറൻസ് എടുത്ത് തുരുകി കയറ്റിയിട്ടുണ്ട് എല്ലാ സിനിമകളുടെയും, കുറേ സിനിമകളുടെയും, അജിത്തിൻ്റെ തന്നെ സിനിമകളുടെ. പിന്നെ കുറേ പാട്ടുകൾ, പഴയ തമിഴ് പാട്ടുകൾ എല്ലാം കൂടെ കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഓരോ ക്യാരക്ടറിനെയും ചെയ്തു വെച്ചിട്ടുണ്ട്. ഓരോ ക്യാരക്ടറിനെയും ഇങ്ങനെ വെറുതെ കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ റെഫറൻസും കാര്യങ്ങളും കുറേ പഴയ പാട്ടുകളും എല്ലാം അങ്ങനെ അടിച്ച് കയറ്റി വെച്ച ഒരു സിനിമയാവുമെന്നാണോ ആദ്യമൊക്കെ വിചാരിച്ചത്? നമ്മൾ വിടാമൂർച്ച എത്രയോ ബെറ്ററാണ് ഈ സിനിമ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. വിടാമൂർച്ചയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കഥയെങ്കിലും ഉണ്ട്. അജിത്തിനെ പറ്റിയ സ്റ്റോറി അല്ലെങ്കിലും, ആ ബഡ്ജറ്റിനെ പറ്റിയ സ്റ്റോറി ആയിരുന്നില്ലെങ്കിലും അതിലൊരു സ്റ്റോറി ഉണ്ടായിരുന്നു. പക്ഷേ ഈ സംഭവം ഗുഡ് ബാഡ് അഗ്ലി, ഇത് ഗുഡാണോ ബാഡാണോ അഗ്ലിയാണോ, എന്തിനാണ് ആ പേര് എന്നുള്ളത് തന്നെ അറിയുന്നില്ല. ഗുഡായിരുന്ന ആൾ മോന് വേണ്ടി ബാഡാകുന്നു. പിന്നെ ഒരു അഗ്ലി എന്ന് കാണിക്കുന്നു. എന്താണ് അഗ്ലി എന്നുള്ളതിനെ അവർ മെൻഷൻ ചെയ്തതും ശരിയായിട്ടില്ല. മൊത്തത്തിൽ എല്ലാം കൂടെ ചാള വളമാക്കി കൈ തന്നിട്ടുണ്ട് ആദിക് രവിചന്ദ്രൻ ടീമും. ഗുഡ് ബാഡ് അഗ്ലി ഒരു ഫാൻ മെയ്ഡ് സിനിമയാണ്. അപ്പം നമ്മൾ പേട്ടയോ അല്ലെങ്കിൽ വിക്രമോ അവരൊക്കെ അതൊരു ഫാൻ മെയ്ഡ് മൂവീസ് ആയിരുന്നു അല്ലേ. ലോകേഷിൻ്റെ ഫാൻ മെയ്ഡ് മൂവിയായിരുന്നു കമൽഹാസൻ്റെ വിക്രം. അതുപോലെ തന്നെയായിരുന്നു പേട്ടയും രജനീകാന്തിനെ വെച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മൂഡിലാണ് നമ്മൾ ഈ ഗുഡ് ബാഡ് അഗ്ലിയും കാണാൻ പോയിട്ടുള്ളത്. പക്ഷെ ഇതിൻ്റെ സ്റ്റോറി എന്ന് പറയാൻ ഇല്ല. സ്റ്റോറി നമ്മൾ വിശ്വാസമൊക്കെ ഓർമ്മ വരുന്ന പോലെ, വിശ്വാസം സിനിമയിൽ ഗുണ്ടയാണല്ലോ. ഗുണ്ട ജീവിതത്തിൽ സമാധാനം നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടും നയൻതാര മകളെയും കൊണ്ട് പോകുന്നത്. അതുപോലെ ഇതിൽ തൃഷയാണ്. തൃഷ കൊച്ചി ജനിച്ച് കിടക്കുമ്പോൾ അജിത്തിനെ അട്ടിപ്പായിക്കാണ്. ഈ ഗാങ്സ്റ്ററായിട്ട് ഞങ്ങളുടെ മുമ്പിൽ വരരുത്, ജീവിതത്തിലെ സമാധാനം നശിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അട്ടിപ്പായിച്ച് വിടുകയാണ്. അപ്പോൾ ഇങ്ങനെ കുട്ടീനെ കാണാൻ വരുമ്പോൾ തന്നെ ഒരു പഞ്ചുമായിട്ടാണ് വരുന്നത്. നമ്മളെ കയ്യിലിട്ടിട്ട് ആ ലോഗോയിൽ കാണുന്ന ആ പഞ്ച്, അത് ചോര ഒലിപ്പിച്ച് കൊണ്ടാണ് കുട്ടീനെ കാണാൻ വരുന്ന സീനാണ്, ഓർക്കണം. അത് കുട്ടിയുടെ ദേഹത്ത് തന്നെയാണ്. ദേഹത്ത് വെച്ചിട്ട് കുട്ടിയുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ 18 വർഷം കഴിഞ്ഞിട്ട് ഞാൻ വരും, നിൻ്റെ 18ാമത്തെ പിറന്നാളിന് വരും, ഞാൻ പോവുകയാണ്, ഞാനിതെല്ലാം ഉപേക്ഷിച്ചിട്ട് പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ മൂപ്പര് പോകുന്നത് ജയിലിലേക്കാണ്, സറണ്ടർ ആവാൻ പോവാണ്. ഗാങ്സ്റ്ററാണല്ലോ, സറണ്ടർ ആവാൻ പോവാണ്. 18 വർഷം മൂപ്പർക്ക് ശിക്ഷ കിട്ടിയിട്ട് 18 കൊല്ലത്തിന് ശേഷം തിരിച്ച് ഇറങ്ങി വരുമ്പോൾ മകൻ ജയിലിലേക്ക് കയറി പോവാനാണ് കഥ. അപ്പോൾ മകനെ എന്തിനാണ് കള്ളക്കേസിൽ കുടുക്കിയിട്ട് വില്ലന്മാർ ജയിലിലേക്ക് അയച്ചിട്ടുള്ളത്? എന്നിട്ട് മകനെ എങ്ങനെയാണ് രക്ഷിക്കുന്നത്? ഇവരുടെ ജീവിതത്തിൽ സമാധാനം തിരിച്ചു കിട്ടിയോ, അതല്ല വീണ്ടും ഗാങ്സ്റ്ററായോ എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ വൺ ലൈൻ ആയിട്ടുള്ളത്. പക്ഷേ ആ കഥ എവിടെയും സിങ്കായിട്ടില്ല. അതിൽ ഒരു സീന് പോലും അടുത്ത സീനുമായിട്ട് ഒട്ടുന്നില്ല. പറഞ്ഞില്ല, ഇതൊരു ഫോട്ടോഷൂട്ട് പോലെ ഓരോരോ സിംഗിൾ ഷോട്ട് അല്ലെങ്കിൽ ഓരോരോ സീന് അജിത്തിൻ്റെ ഫ്രെയിമുകൾ മാത്രം വെച്ചുകൊണ്ട് ഒരു സിനിമ, അല്ലെങ്കിൽ അജിത്തിനെ വെച്ച് കുറേ കസരത്ത് കാണിച്ചു കഴിഞ്ഞാൽ ഒരു സിനിമയാക്കാൻ പറ്റും എന്നുള്ളൊരു മൂഢവിശ്വാസത്തിൻ്റെ പുറത്ത് ഇറങ്ങിത്തിരിച്ച ടീംസാണത്. അപ്പോൾ ഇത് നമ്മൾ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന അജിത്ത് ആരാധകർക്കും അല്ലെങ്കിൽ സിനിമാ പ്രേമികൾക്കൊക്കെ തന്നെ വല്ലാത്ത മുഷിച്ചിലുണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ മ്യൂസിക് ആയാലും അരോചകമാണ്. പാട്ടുകളൊന്നും തന്നെ കാതിൽ വെക്കാൻ കൊള്ളില്ല. അമ്മാതിരി ആണ് ജി വി പ്രകാശ്. അയാളുടെ പാട്ടിനെ വിട്ടിരുന്നെങ്കിൽ അയാൾ നല്ല മെലഡി കാര്യങ്ങളൊക്കെ വൃത്തിക്ക് ചെയ്തിട്ട് പോണ ആളായിരുന്നു. ഇതിപ്പോൾ അജിത്തിന് വേണ്ടി ഇങ്ങനെ ആദിക്ക് പ്രഷർ ചെയ്ത് കുത്തിക്കയറ്റി കുറേ തട്ടുപൊളിപ്പൻ മ്യൂസിക്. അപ്പോൾ അത് കേൾക്കാൻ കൊള്ളുമായിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഈ കഥ സിങ്ക് ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കഥ നല്ല കഥയാണ്, സിനിമ നല്ലതാണെങ്കിൽ മ്യൂസിക് ചിലപ്പോൾ ആരും കുറ്റം പറയില്ല, അതതിൻ്റെ കൂട്ടത്തിൽ പോകുമായിരുന്നു. പക്ഷേ ഇത് മൊത്തത്തിൽ അരോചകമാക്കി മാറ്റി. പിന്നെ വരുന്ന ഓരോ ക്യാരക്ടറുകളും എല്ലാം വെറുപ്പിക്കലായി. സിമ്രാൻ വരുന്നുണ്ട്, പ്രസന്നുണ്ട്, സുനിലുണ്ട് തെലുങ്കിൽ,
ജാക്കി ഷെറോഫിന് ഒരു പ്രാന്തൻ കഥാപാത്രം, അങ്ങനെ ഒരു സാധനം. പിന്നെ ഇതിൻ്റെ മെയിൻ വില്ലൻ നമ്മുടെ അർജുൻ ദാസാണ്. നമ്മുടെ വിക്രമിലൊക്കെയുള്ള ഒരു വില്ലനിൽ, കൈദിയിലൊക്കെയുള്ള അർജുൻ ദാസ്. ആ ചങ്ങാതി കൊണ്ട് നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ ചങ്ങാതി ഒരു കാലിബറുള്ള നടനായിരുന്നു ഇതുവരെ. പക്ഷെ ഇതിൽ കൊണ്ട് അയാളെയും കോപ്പറാട്ടി കാണിച്ച് അതിനെയും കൂടെ നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ഡബിൾ ആക്ട് വേറെ, ഒന്നിനെ കൊണ്ട് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അതിനിടയ്ക്കാണ് അതിൻ്റെ ഡബിൾ ആക്ട്. ഞാൻ അജിത്ത് ഉണ്ടാവുന്നൊക്കെയാണ് നമ്മൾ ആദ്യം പ്രതീക്ഷിച്ചത് അല്ലേ. എന്തോ അത് ചെയ്തിട്ടില്ല. ഒരു അജിത്തിനെ കൊണ്ട് തന്നെ ഇതെല്ലാം കോപ്പറാട്ടിയും കാണിപ്പിച്ചിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ ഇത് വേകാത്ത അല്ലെങ്കിൽ കഷ്ണങ്ങൾ ചേരാത്തൊരു സാമ്പാർ, മൊത്തത്തിൽ ചളപളമായിട്ട് കിടക്കുന്ന ഒരു സിനിമ. വെറുതെ കയറിപ്പോയി തലവെച്ച് കൊടുത്തു എന്നേ പറയാനുള്ളൂ. അപ്പോൾ അജിത്ത് ഫാൻസ് ആണെങ്കിൽ പോയിട്ട് കാണുക. തമിഴ്നാട്ടിൽ നിന്ന് കുറേ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ അജിത്തെ കടവുളയെന്നൊക്കെ നിലവിളിക്കുന്നുണ്ടായിരുന്നു കുറേ സമയം. പിന്നെ അത് കഴിഞ്ഞ് അവർ സൈലൻ്റ് ആവുമെന്നാണ് കണ്ടത്. അപ്പോൾ അതാണ് ഈ ഗുഡ് ബാഡ് അഗ്ലി. ആകെ നിരാശപ്പെടുത്തി. ഇനി ആരാണ് തമിഴ് സിനിമയെ രക്ഷിക്കാൻ വരുന്നത്? കുറേ കാലമായി ഈ ഒരു ഡ്രാഗൺ അല്ലാതെ അടുത്തൊന്നും കണ്ടില്ല. പിന്നെ ഇനിയും കാത്തിരിപ്പ് നീളുന്നു തലയ്ക്കും തമിഴ് സിനിമയ്ക്കും.